ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ മൈലേജ് ഷോട്ട് പറയുന്നുണ്ട്, സ്ലോ സ്പീഡിൽ വണ്ടി ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അതേപോലെ ചെയിൻ ലൂസർ, ഹാൻഡിൽ ചെറുതായിട്ട് താത്തി വയ്ക്കണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഐഡ്ലിങ്ങിൽ ഓഫ് ആവണത് അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല. മൈലേജുമായി ബന്ധപ്പെട്ട് നമുക്ക് കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ അഴിച്ച് ക്ലീനിങ്ങിന് എന്തെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കാർബറേറ്റർ ഓവർഫ്ലോ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി കളയാനാണ് പറ്റുള്ളൂ. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലം. ഈ മൈലേജ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി E20 പെട്രോളിൽ ഏകദേശം ഒരു 8% നമുക്ക് മൈലേജ് കുറവാണ്. അതായത് പെട്രോൾ ഇപ്പോൾ 1 ലിറ്റർ പെട്രോൾ കത്തുന്നതിൻ്റെ കറക്റ്റ് പവർ നമുക്ക് കിട്ടണില്ല എന്നുള്ളതാണ്. ഏകദേശം നിലവിലൊരു 50 കിലോമീറ്റർ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 5 കിലോമീറ്റർ കുറവാണ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. E20 പെട്രോളിലേക്ക് ആയേ പിന്നെ കേട്ടോ അതിൻ്റെ റിയാക്ഷൻസ് വേറെയും, അതായത് സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായി പോവാം, അങ്ങനത്തെ പ്രോബ്ലംസ് വരും. പിന്നെ ദ്രവിച്ചു പോവുക, ഓവർഫ്ലോ കംപ്ലൈൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ഒരു വണ്ടി കയറ്റി അഴിച്ച് കാർബറേറ്റർ ക്ലീൻ ചെയ്യാം, പൊല്യൂഷൻ പാസ്സാവാത്ത കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ കാർബറേറ്റർ ഓവർഫ്ലോ ആണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കാർബറേറ്ററിൻ്റെ വയസ്സ് തൊടാതിരിക്കണതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കി, അത്രയും മേജറായിട്ടുള്ളൊരു പ്രോബ്ലം മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ വണ്ടിക്ക് നിലവിലിപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ തൊടാതിരിക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ ട്യൂണിങ് നടത്തിയേക്കാം, കാർബറേറ്റർ ജസ്റ്റ് ട്യൂൺ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് മൈലേജ് കയറി കിട്ടാവുന്നതിൻ്റെ പരമാവധി കയറിപ്പോട്ടെ, ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ രണ്ടും കൽപ്പിച്ചൊരിക്കണം. കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ മാറ്റാൻ കണക്കാക്കിയിട്ട് അയക്കണം. കാരണം നിലവിൽ വരുമ്പോൾ പ്രോബ്ലം ഇല്ലെങ്കിലും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ദ്രവിച്ചൊരവസ്ഥയിലാണെങ്കിൽ തിരിച്ച് കയറ്റുമ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻ്റാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അത് വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. ലെയ്ത്തിലൊക്കെ കൊടുത്ത് റെഡിയാക്കി കിട്ടാറുണ്ട്, പക്ഷേ അതിനകത്തൊരു 10 വണ്ടിക്ക് കൊടുത്താൽ അതിനകത്തൊരു 9 വണ്ടിയുടെയും കംപ്ലയിൻ്റ് ആയിരിക്കും, ഒരു വണ്ടിയുടെയൊക്കെ ശരിയാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സജഷനും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ആ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഹാൻഡിലിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുന്നുണ്ട്. ഹാൻഡിൽ ഒരല്പം താഴേക്ക് വെക്കണേസ് പറഞ്ഞ്, അതായത് ഇങ്ങനെ പൊന്തിരിക്കുന്ന ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്കും ഈ സൈഡിലേക്കും താത്താം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. മൈലേജ് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്തേക്കാം കേട്ടോ. ഇത്രയും കേസാണ് ചെയ്യണേ. കാർബറേറ്ററിൻ്റെ കേസ് ഇതിങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്ത, അല്ലെങ്കിൽ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. തൽക്കാലം ഈ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക കേട്ടോ.